അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് സി എം മടവൂരിൻ്റെ മക്കാമിലേക്കൊന്ന് പോയാലോ? മക്കാമിൻ്റെ അകത്ത് കയറൂല, പുറത്ത് നമ്മൾ നിൽക്കുകയുള്ളൂ. നമുക്കെന്നു പോയി നോക്കാം. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് എന്തോ ചില കാര്യങ്ങൾ സി എം മടവൂരുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് മടവൂരാണ്. മടവൂർ സി എം വലിയുള്ളാന്റെ മക്കാമിന്റെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഈ ഭൂമിയിലുള്ള കടലിനെ നിയന്ത്രിക്കാൻ, ഭൂമിയിലെ സകല മനുഷ്യരെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഭൂമിയെ തന്നെ നിയന്ത്രിക്കാൻ, അതും പോട്ടെ മലക്കുകളെ നിയന്ത്രിക്കാൻ, മരിച്ചവരെ ജീവിപ്പിക്കാൻ, അതുപോലെ തന്നെ ആകാശഗോളങ്ങളെ മൊത്തത്തിൽ നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ കഴിവ് പടച്ച തമ്പുരാൻ എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ 99.99% ആളുകൾ എന്നെ പരിഹസിക്കും. എനിക്ക് തലക്ക് സുഖമില്ല, ഭ്രാന്താന്നൊക്കെ പറയും. സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇട്ടിട്ട് അലക്കി ഊക്കിയാണ്ട് വിടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാട്ടോ. മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനൊക്കെ നമുക്കറിയുള്ളൂ. കാരണം എന്താ? നമുക്ക് വിവരമില്ല എന്നുള്ള വിവരം പോലും ഇല്ല. ഇനി എവിടെന്നെങ്കിലും കുറച്ച് വിവരം കിട്ടാനുണ്ടെങ്കിലോ അത് തന്നെ വിവരമില്ലാത്തവൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടാനുള്ളത്. നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് പടച്ച തമ്പുരാന് ഇന്ന അധികാരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ പോണ്ട. അത് അയാൾക്കും പടച്ചവനാണ്ട് വിട്ടുകൊടുക്കുക. കാരണം എന്താണ്? പടച്ച തമ്പുരാന് ഖുർആനിൽ സൂറത്ത് ആല് ഇമ്രാന്റെ 26-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, സകല അധികാരങ്ങളുടെയും ഉടമസ്ഥൻ ഞാനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ അധികാരങ്ങൾ ഞാൻ നൽകുമെന്ന്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ അധികാരം നൽകുമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അധികാരത്തിൽ നിന്നും നൽകുമെന്നല്ല പറഞ്ഞത്, അധികാരം തന്നെ നൽകുമെന്നാ പറഞ്ഞത്. പിന്നെ അത് ചോദ്യം ചെയ്യാൻ നമ്മളൊക്കെ ആരുമല്ല. അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടോ. എന്നായിക്കോട്ടെ, എന്നാ ശരി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടില്ലേ? സി എം മടവൂരിൻ്റെ പോരിശ കേട്ട് സി എം മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന് വരെ എത്തിയ സമസ്തക്കാരുടെ മദ്ഹ് ഗീതങ്ങളെല്ലാം കേട്ട് ആളുകളാകെ അങ്കലാപ്പിലാണ്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഈ സമസ്യയിൽപ്പെട്ട ചില പുരോഹിതന്മാരായ ആളുകൾ ഈ കള്ളക്കറാമത്തുകൾ ഇങ്ങനെ സി എം മടവൂരിൻ്റെ പേരിൽ പറഞ്ഞ് ഇദ്ദേഹം ഈ സാധു മനുഷ്യൻ അത് കേട്ട് ആ മക്കാമിൻ്റെ മുന്നിൽ വന്നിട്ട് ഇതിങ്ങനെ പറയുകയാണ്. സൂറത്ത് ആലിമ്രാനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞ കാര്യം? ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തിൽ സകല അധികാരങ്ങളുടെയും ഉടമസ്ഥൻ ഞാനാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരങ്ങൾ ഞാൻ നൽകുന്നു. അള്ളാഹ് പറഞ്ഞാണ് ഖുർആനിൽ. അതുകൊണ്ട് അധികാരത്തിൽ നിന്ന് നൽകുമെന്നല്ല പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്? അധികാരത്തിൽ നിന്നും നൽകുമെന്നല്ല പറഞ്ഞത്, അധികാരം തന്നെ നൽകുമെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനവുമാണ്. അപ്പോ ഭൂമിയെ നിയന്ത്രിക്കുവാനും മനുഷ്യനെ നിയന്ത്രിക്കുവാനും ആകാശഗോളങ്ങളൊക്കെ നിയന്ത്രിക്കുവാനും സി എം മടവൂരിന് കഴിയും. കാരണം എന്താ തെളിവ്? ആലിമ്രാനിലെ 26-ാമത്തെ ആയത്താണ് ഈ സാധുന ആരോ പറഞ്ഞു പറ്റിച്ചാണ്. എൻ്റെ കൂട്ടരെ, ഈ ആയത്തിൽ എവിടെയാണ് തെളിവ്? എൻ്റെ ബഹുമാനരായ സമസ്തക്കാരെ, ഈ ആയത്തിൽ നിന്ന് ആ തെളിവ് കിട്ടില്ല. അള്ളാഹുവിന്റെ അധികാരം സമസ്തയിലെ ഔലിയാക്കന്മാരെ ഏൽപ്പിച്ചിട്ട് അള്ളാഹ് വേറെ പണിക്ക് പോകല? അള്ളാഹുവിനെ പരിഹസിക്കുകയാണ്. അള്ളാഹുവിന്റെ കുദ്റത്തിനെ ഒന്നുമില്ലാതാക്കി തീർക്കുകയാണ്. അള്ളാഹുവിന്റെ സ്ഥാനമാനങ്ങളെ ഇടിച്ചു കളയുകയാണ്. എന്നിട്ടോ അള്ളാഹുവിനെ മാറ്റിയിട്ട് ആ സ്ഥലത്ത് സി എം മടവൂരിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ്. എന്താ സമസ്തക്കാരെ ഇത്? ആയത്തിന് ദുർവ്യാഖ്യാനിക്കുന്നത് കണ്ടില്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാളാണ്. ആ സാധനം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ നിലക്കുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അധികാരം, ഞാൻ ചോദിക്കട്ടെ, മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾ, ആ നിങ്ങളെക്കാൾ ഭേദം മക്കാ മുശ്രിക്കീങ്ങളാണ്. അല്ലാതെ എങ്ങനെ? കാരണം മക്കാ മുശ്രിക്കീങ്ങളോട് ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടാവാരാന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും. നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്ന ആര്? അള്ളയാണെന്ന് പറയും. സമസ്തക്കാരോടോ? അവിടെ കുത്തുബിയത്തിന്റെ വരികൾ എടുത്തിട്ട് പറയും, മഴ പെയ്യിക്കുന്നത് ഞങ്ങൾ സി എം മടവൂരാന്ന് പറയും. ആരാണ് മുദബ്ബിറുൽ ആലം? ഈ ലോകത്തെ നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ ആരാണ്? മക്കാ മുശ്രിക്കുകൾ ചോദിച്ചാൽ ആ മക്കാ മുശ്രിക്കുകൾ പറയുന്ന മറുപടി അള്ളയാണെന്നാണ്. സമസ്തക്കാരന് പറഞ്ഞാലോ, അത് ഞങ്ങളുടെ സി എം മടവൂരാണേ, ഞങ്ങളുടെ സി എം മടവൂർ ലോകത്തെ നിയന്ത്രിക്കുന്ന ആളാണേ. തെളിവെന്താ? ആലിമ്രാനിലെ ആയത്ത്. എന്താ സമസ്തക്കാരെ ഇത്?
ഇവിടെ ഇതിങ്ങനെ പറഞ്ഞ് ആകെ ഇവർ വഷളാക്കി. ഈ പിന്നെ CM മടവൂരിൻ്റെ കറാമത്ത് കൊണ്ട് ഇറങ്ങിയടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ തെറ്റിദ്ധരിക്കൂല. കാരണം മക്കാ മുശ്രിക്കുകൾ പോലും അള്ളാഹുവിന് വകവെച്ച് കൊടുത്തത് പോലും കേരളത്തിലെ സമസ്തക്കാരായ ആൾക്കാർ അള്ളാഹ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഈ മാനഹാനിക്കൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി ഇറങ്ങുന്നുണ്ട്. ആ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി ഇറങ്ങിയിട്ട് പറയുന്ന വർത്തമാനം നിങ്ങൾ കേട്ടോളൂ. പറയേണ്ടത് അള്ളാഹു എന്റെ രോഗം സുഖപ്പെടുത്തി തന്നു ആ ഡോക്ടർ മുഖേന അള്ളാഹു എന്റെ രോഗം സുഖപ്പെടുത്തി തന്നു, അല്ലെങ്കിൽ മരുന്ന് മുഖേന അള്ളാഹു സുഖപ്പെടുത്തി തന്നു. മുഖേന എന്ന് പറയണം എന്നില്ല, പറഞ്ഞാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ആ മരുന്ന് എന്നെ രോഗം സുഖപ്പെടുത്തി എന്നല്ല പറയേണ്ടത്, ആ ഡോക്ടർ എന്റെ രോഗം സുഖപ്പെടുത്തി എന്നല്ല പറയേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ആ തങ്ങൾ അത് സാധിപ്പിച്ചു തന്നു, ഈ മുസ്ലിയാർ ഇത് സാധിപ്പിച്ചു തന്നു, അതുപോലെ തന്നെ ആ മഹാൻ അത് സാധിപ്പിച്ചു തന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ മഹാൻ മുഖേന അള്ളാഹു സാധിപ്പിച്ചു തന്നു, ആ മുസ്ലിയാര് മുഖേന അള്ളാഹു സാധിപ്പിച്ചു തന്നു, ആ തങ്ങൾ മുഖേന അള്ളാഹു തേല സാധിപ്പിച്ചു തന്നു. അതാണ് ഏറ്റവും നല്ല അതവുള്ള വാക്ക്. അള്ളാഹുവിൽ നിന്നാണ് എല്ലാം എന്ന് തുറന്ന് പറയുകയാണ് മനുഷ്യന്റെ ബാധ്യത. കേട്ടില്ലേ എന്താ പറയുന്ന വിഷയം? അതായത് പിന്നെ മുഖേന എന്തെങ്കിലും പറയും. ആ തങ്ങൾ രോഗം ഇന്ന തങ്ങൾ ഷിഫയാക്കി, അല്ലെങ്കിൽ രോഗം ഇന്ന മഹാൻ ഷിഫയാക്കി, അല്ലെങ്കിൽ രോഗം ഒരു ഡോക്ടർ ഷിഫയാക്കി എന്നൊക്കെ പറയുന്നതിന് പകരം മുഖേന മുഖേന എന്തെങ്കിലും പറയും. അങ്ങനെ പറയേണ്ടി വരികയാണ്. ഇവരുടെ കള്ളക്കറാമത്തുകൾ ശേഖന്മാരുടെ പേരിൽ, ഹോജമാരുടെ പേരിൽ, ഇവരുടെ ഔലിയാക്കന്മാരുടെ പേരിൽ, CM മടവൂരിന്റെ പേരിൽ ഇങ്ങനെ കള്ളക്കറാമത്തുകൾ ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അത് തെറ്റിദ്ധരിച്ചു പോകും, ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വന്നു പോകും. അതുകൊണ്ട് മുഖേന ഇന്ന തങ്ങൾ രോഗം ഷഫയാക്കി, മുഖേന ഇന്നയാൾ നമുക്ക് ഇന്നത് ചെയ്തു തന്നു എന്നെങ്കിലും പറയ്. അങ്ങനെ പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമ്മുടെ പകരഹസിന് സമ്മതിക്കൂല. അപ്പോ ഇതിങ്ങനെ പറയാൻ അങ്ങോട്ട് പോയാൽ കുത്തുബിയ്യത്തിന്റെ വരികൾ എന്ത് ചെയ്യും? കുത്തുബിയ്യത്തിന്റെ വരികളിൽ അങ്ങനെ അല്ലല്ലോ ഉള്ളത്, നേർക്ക് നേരെയല്ലേ. ശേഖ വരകൾ വിളിക്കുമ്പോൾ നേർക്ക് നേരെയാണ്, മുഖേനയൊന്നും അവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് മൊയ്തീൻ ഷേഖിന്റെ പേരിൽ എഴുതപ്പെട്ട കുത്തുബിയ്യത്തിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അപ്പം പകരഹസൻ ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പര് കിടന്നാൽ ഉറക്കത്തിൽ അങ്ങ് സ്വപ്നം കാണും. സ്വപ്നം എങ്ങനെയാ? റസൂലുള്ള നേർക്ക് നേരെ വരുന്നു, CM മടവൂര് വരുന്നു, ഇങ്ങനെ കുറെ ആളുകൾ ഇപ്പോൾ ഉറങ്ങിയാൽ അപ്പം ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെയുള്ള പകരഹസനിക്ക് അതങ്ങ് പിടിച്ചില്ല, പേരോട് പറഞ്ഞപ്പോൾ പിടിച്ചില്ല. അവ പകരഹസനി എന്ന് പറയട്ടെ, കേട്ടോളൂ. എന്നിട്ട് പറയും കുത്തുബിയത്ത് ചെല്ലുമ്പോ ചില മഹാന്മാര്, ചില ശൈത്താൻ മഹാൻ അവന് പരിപാടി ആദ്യം ക്ലാസ് എടുക്കുക. എല്ലാവരും കുത്തുബിയത്തിന് അവിടുത്തെ വലിയ ആളാണ് ഈ കാര്യം. അവന്റെ ക്ലാസ് എന്താണ്? എല്ലാവരും കുത്തുബിയത്തിന് മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൻ പോണ്. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മൊയ്തീൻ ഷേഖ് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. ഇത്ര വലിയ തെണ്ടി ദുനിയാവിൽ ആരും. കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നിടത്ത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ വാങ്ങണ്ടേ? ഒരു പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂലേ? കുത്തുബിയത്തിന് മാത്രമാണോ? അപ്പൊ ഇപ്പൊ പച്ച വഹാബിയാണവൻ. അതാണ് ഈ പറയുന്നത്. ഭാര്യയോട് ചായ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ കഴിവൊന്നുമില്ല. ഭാര്യ അള്ളാഹിന്റെ കഴിവ് കൊണ്ടല്ല, സ്വന്തം ചെയ്യോ? ഡോക്ടറെ പോയിട്ട് ഡോക്ടറെ എനിക്ക് സുഖമില്ല, എന്തെങ്കിലും മരുന്ന് തരില്ല, രോഗം മാറ്റി തരുന്ന അറിയുമ്പോൾ അള്ളാഹുവിന്റെ കഴിവില്ല. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്താ വെച്ചാൽ വാങ്ങൂടി ഇന്റെ അടുത്ത് കയറാറ്. അങ്ങനെ എന്തായാലും ഒരു പീടിയെ പോയിട്ട് അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ചായ കണ്ട് കാട്ടിക്കാം, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് 10 രൂപ ഇറച്ചി തൂക്കിക്കാം, പോവാ അവിടുന്ന് കാടി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം തന്നെ അതല്ലേ? ഓരോ സ്ഥലത്തും ഇങ്ങനെ പറയണപ്പോ മുസ്ലിം അല്ലേ ഇത് ചെയ്യുന്നത്? അള്ളാഹിന്റെ വിശ്വസാനാണ് തേണ്ടി മുസ്ലിംകാരനത്. പിന്നെ ഓരോ സ്ഥലത്തും അള്ളാഹുവിന്റെ കഴിവുണ്ട്, അള്ളാഹുവിന്റെ കഴിവുണ്ട് അറിയണോ? ജീരാന്തങ്ങൾ വിളിക്കുമ്പോ മാത്രം എനിക്ക് ആ പ്രശ്നം. വഹാബിയാണ് അവൻ മൂല്യര്, എന്തല്ല സുന്നിയല്ല. അവന്റെ ആ കുത്തുബിയത്തിന് ഒരു ഫായത ഉണ്ടാവില്ല. അതാണ് അവന്റെ ആകത്തുക. അവനക്ക് പേടിയാണ്. എന്താ അവിടെ മാത്രം പേടിച്ചാൽ മതിയോ? ഏത് സിട്ടിനോട് സങ്കടം പറയുമ്പോഴും പേടിക്കണ്ടേ? എവിടെയാണ് അള്ളാഹു അല്ലാത്തവന് സ്വന്തം കഴിവുണ്ടെന്ന് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന ഒരു കഴിവുണ്ടോ? മരിച്ച കേട്ടില്ലേ?
ഇതാണ് പകരം എനിക്ക് പറയാനുള്ളത്. അള്ളാഹു കൊടുത്ത കഴിവ് ഇതിങ്ങനെ പറയേണ്ട കാര്യമില്ല. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന്, അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഒരു ചായ ഉണ്ടാക്കിത്താ എന്ന് ഭാര്യയോട് പറയോ? ഇതിങ്ങനെ പറഞ്ഞടക്കല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഇത് ഈ നിലയ്ക്കാണ് അങ്ങനെ പറഞ്ഞ് ഇവരുടെ ശൈഖന്മാരെയും ഇവരുടെ ഔലിയാക്കന്മാരുടെയും ദർജയെ താഴ്ത്താൻ ഇവർ റെഡിയല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്ന ആളുകൾ അദ്ദേഹം വിളിക്കുന്ന പേരൊക്കെ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടല്ലോ. അതാരെയാണ് വിളിച്ചത്, പേരോടിനെയാണെന്നുള്ളത് വളരെ കൃത്യമാണല്ലോ. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഇവരിങ്ങനെ അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് ഇവരുടെ CM മടവൂരിനെ കൊണ്ടുപോയി എത്തിച്ചു. എന്നിട്ടോ ഈ രോഗം ശഫയാക്കുന്നവൻ, അതോടൊപ്പം ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, മനുഷ്യനെ നിയന്ത്രിക്കുന്നവൻ, പിന്നെന്താ ആകാശഗോളങ്ങളെ നിയന്ത്രിക്കുന്നവൻ, ഇതൊക്കെ ആരാണ്? ഇവരുടെ CM മടവൂരിനെ ആക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ലേ? ഇത് എൻ്റെ കയ്യിലുള്ളത് CM വലിയുല്ലാഹി CM സ്മരണികയാണ്. ആ CM സ്മരണികയിൽ ഇവർ എഴുതിവിട്ട വാചകം കേട്ടോളൂ. എന്താ വാചകം നോക്കൂ നിങ്ങൾ. CM മടവൂരിനെ ഇവരെത്തിച്ചിരിക്കുന്ന എവിടെയാണ് നിങ്ങൾ നോക്കൂ. തനിച്ച കുഫ്റാണ്, തനിച്ച ശിർക്കം വിശ്വാസമാണ്. അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഇവരുടെ ഔലിയാക്കന്മാരെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫ്രം വിശ്വാസമാണ്, ശിർക്കം വിശ്വാസമാണ്. ഒരു തർക്കമില്ല. എന്താ എഴുതി വിട്ട വാചകം നോക്കൂ നിങ്ങൾ. കുഫറിന്റെ വാചകം കേട്ടോളൂ, ശിർക്കിന്റെ വാചകം കേട്ടോളൂ. ഇവരുടെ CM മടവൂരിന് ഇവർ പൊക്കി കൊണ്ടുപോയത് എവിടേക്കാണ് കേട്ടോളൂ. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിന്റെ വ്യാഖ്യാനമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്. എന്താ? ഇവിടെ ഔലിയാക്കന്മാരുടെ പ്രത്യേകതയെ പറ്റി പറയുന്നു. എന്താ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ? അള്ളാഹു കേൾക്കുന്നത് പോലെ, അള്ളാഹു കാണുന്നത് പോലെ, അള്ളാഹു പ്രവർത്തിക്കുന്ന പോലെ ചെയ്യാൻ, കാണാൻ, പ്രവർത്തിക്കാൻ ഈ പറയപ്പെടുന്ന ശൈഖിന് കഴിയും, CM മടവൂരിന് കഴിയും, ഇവിടെ ഔലിയാക്കന്മാർക്ക് കഴിയും എന്ന് എഴുതിവിട്ടവരാണ് ഈ സമസ്തക്കാരായ ആളുകൾ. അള്ളാഹു കാണും പോലെ ഒരാൾ കാണുമെന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കും പോലെ ഒരാൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ അതല്ലേ ശിർക്ക്? അതല്ലേ കുഫറിന്റെ വാചകമല്ലേ? അപ്പോൾ അള്ളാഹുവിന്റെ പദവിയിലേക്കാണ് ഇവരുടെ ശൈഖന്മാരെ ഇവർ കൊണ്ടുവരുന്നത്, ഇവരുടെ ഔലിയാക്കന്മാരെ കൊണ്ടുവരുന്നത്. ഇത് ഒരിക്കലും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ചോദ്യം ചെയ്യലാണ്. അള്ളാഹു ആ നിലക്കുള്ള ഒരു അധികാര പദവിയും ഒരാൾക്കും നൽകിയിട്ടില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും നൽകിയിട്ടില്ല. എന്നിട്ട് ഇവരിതിങ്ങനെ അടിച്ചു വിടാണ്. കാരണം കറാമത്ത്, ആളുകളെ ജാറക്കച്ചവടം നടത്തണമെങ്കിൽ ഈ കള്ളക്കറാമത്തുകൾ ഇങ്ങനെ വിറ്റഴിക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, ഇത് പച്ചയായ ശിർക്കാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച വിഷയങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ഇത് മക്ക മുശ്രിക്കീങ്ങളായ ആളുകളുടെ വിശ്വാസത്തെ പോലെ കടത്തിവെട്ടുന്ന തനിച്ച ശിർക്കം വിശ്വാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങൂ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ആ ഖുർആനിലെ ആശയത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ഇതൊരിക്കലും തൗഹീദി വിശ്വാസത്തിന് എതിരാണ്, ഘടകവിരുദ്ധമാണ്. അള്ളാഹുവിനെ പോലെ ചെയ്യാൻ ഒരാൾക്ക് സാധ്യമല്ല. അള്ളാഹു കാണും പോലെ കാണാൻ ഒരാളെ കൊണ്ട് കഴിയുകയുമില്ല. അള്ളാഹു കേൾക്കും പോലെ കേൾക്കാൻ ആർക്കും സാധ്യമല്ല. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്ക് പോലും സാധ്യമല്ല. പിന്നെയാണ് നിങ്ങൾ ഔലിയാക്കന്മാർക്ക്. അതുകൊണ്ട് ഈ ശിർക്കൻ വിശ്വാസം, ഇത് ഖുർആൻ ശിർക്ക് എന്ന് പഠിപ്പിച്ച വിശ്വാസമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.